ഇന്നത്തെ വീഡിയോ ഹീറോൻ്റെയും ബജാജിൻ്റെയും മോട്ടോർസൈക്കിളിൻ്റെ കുറച്ച് അപ്ഡേറ്റ് ആണ്. ഫസ്റ്റ് തന്നെ ഹീറോൻ്റെ മോട്ടോർസൈക്കിൾ നോക്കുകയാണെങ്കിൽ ഹീറോൻ്റെ ഒരു മാർവിക് 440 എന്നൊരു മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് ഡേറ്റും ടീസറും ഹീറോ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 23 ഇനി ടീസറിലേക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റും സീറ്റും അതുപോലെ തന്നെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പൾസിൻ്റെ ഹെഡ്ലൈറ്റ് പോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ടിലൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു LED ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ LED DRലും കൂടി വരുന്നുണ്ട്. പിന്നെ ഒരു മസ്കുലാർ ടൈപ്പിലുള്ളൊരു ഫ്യുവൽ ടാങ്ക് ആണ് വരുന്നത്. പിന്നെ ട്യൂബ്ലെസ് ടയറിൽ അലോയ് വീലാണ് ഈ ഒരു ബൈക്കിന് വരാൻ പോകുന്നത്. പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പീസ് സീറ്റാണ് ഈ ഒരു ബൈക്കിന് ഹീറോ കൊടുത്തിട്ടുള്ളത്. പിന്നെ മീറ്റർ കൺസോളിൻ്റെ കാര്യങ്ങളും അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ഒരു LCD മീറ്റർ കൺസോളാണ്. ഒരു LCD മീറ്റർ കൺസോൾ ആണെന്ന് കൺഫേം ആയിട്ടുണ്ട്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ, ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഹീറോൻ്റെ മാർവിക് 440ൻ്റെ എക്സോസ്റ്റ് നോട്ടും അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സോസ്റ്റ് നോട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഹീറോൻ്റെ മാർവിക് 440ൽ വന്നിട്ടുള്ള ടീസറിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളത്. ഇനി നമുക്ക് എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഹീറോ പുറത്തുവിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. അതായത് ഹാർലി ഡേവിഡ്സന്റെ X440ൽ കണ്ടിട്ടുള്ള അതേ ഒരു 440cc എഞ്ചിനാണ്. എഞ്ചിൻ്റെ ഫുൾ സ്പെക്സ് വരാൻ പോകുന്നത് ഒരു 440cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് എയർ പ്ലസ് ഓയിൽ കൂൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. മാക്സിമം പവർ 27 bhp, മാക്സിമം ടോർക്ക് 38 Nm ആണ്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും. ഇനി നമുക്ക് ബ്രേക്സിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാർലി ഡേവിഡ്സന്റെ X440ൽ കണ്ടിട്ടുള്ള അതേ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയായിരിക്കും. ഫ്രണ്ടിലും ബാക്കിലും ഡുവൽ ചാനൽ ABS ആണ്. ഹീറോന്റെ മാർവിക് 440 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജനുവരി 23 ആ ഒരു ടൈമിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. ബജാജിൻ്റെ NS160ൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ അടുത്ത കുറച്ച് കാലത്താണ് നമ്മളെ NS200ന് ബജാജ് അപ്ഡേറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. അതായത് UHD ഫോർക്കും ഡുവൽ ചാനൽ ABS ഒക്കെ കൊടുത്തത്. അതിൽ തന്നെ ഒരു ഗിയർ പുഷ് ഇൻഡിക്കേറ്ററും കൂടി അവർ ഇപ്പാണ് കൊടുക്കാൻ തുടങ്ങിയത്. എന്നാൽ 2024 മോഡലിൽ പുതിയ NS160 വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് ആ ഒരു ബൈക്കിന് വരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്തെ മാറ്റം മീറ്റർ കൺസോളാണ്. നിലവിൽ നമ്മുടെ ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് NSന് വരുന്നത്. NS160ക്കും NS200നും വരുന്നത്. എന്നാൽ ഒരു TFT മീറ്റർ കൺസോളാണ് ഇനി ബജാജ് NS160ക്ക് കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്ററിലും കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, കോൾ റൈഡ് പോലുള്ള കാര്യങ്ങൾ ബജാജ് ആദ്യമായിട്ടൊരു ബൈക്കിന് കൊടുക്കാൻ പോകുകയാണ്. അതായത് ബജാജിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ ഒരു യൂണിറ്റാണ് ഈ ഒരു ബൈക്കിന് അവർ കൊടുക്കാൻ പോകുന്നത്. പിന്നെ വന്ന മാറ്റം സ്വിച്ചസിലാണ്. അതായത് സെൽഫ് സ്റ്റാർട്ടും ഇൻഡിക്കേറ്റർ അടക്കം ഫുൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ അവർ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൈക്ക് ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതായത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു NS160 അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബജാജിൻ്റെ ഇപ്പോൾ ലോഞ്ച് ചെയ്ത പൾസർ N150ക്കും അവർ അപ്ഡേറ്റ് കൊടുക്കാൻ പോക്കാണ്. അതായത് നമ്മൾ നേരത്തെ NSൽ പറഞ്ഞിട്ടുള്ള അതേ അപ്ഡേറ്റ് ആണ് N150നും അവർ കൊടുക്കാൻ പോകുന്നത്. ഇനി ചെറിയൊരു സാധ്യതയുള്ളത് നമ്മുടെ RSൻ്റെ അപ്ഡേറ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനെയും അപ്ഡേറ്റ് അവർ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇനി RSൻ്റെ അപ്ഡേറ്റ് മാത്രമാണ് നിലവിലുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ ബജാജിൻ്റെ RS200ൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്.